ഏപ്രിൽ 3 മുതൽ 9 വരെ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒരുക്കുന്ന ബ്രൈഡൽ ജ്വല്ലറി ഷോ ഇന്ന് തന്നെ സന്ദർശിക്കൂ. നിങ്ങളുടെ സ്വപ്ന ദിനത്തിനായുള്ള ആഭരണങ്ങൾ തിരഞ്ഞെടുക്കൂ. കലാശക്കൊട്ട് അവസാനിക്കാൻ ഏതാനും മിനിറ്റ് മാത്രമുള്ളപ്പോൾ UDF LDF പ്രവർത്തകർ കൊടിവീശിയെത്തിയതോടെ കാളികാവ് ജംഗ്ഷനിൽ പ്രവർത്തകർ തമ്മിൽ നേരിയ സംഘർഷത്തിലേക്ക് നീങ്ങി. ഇരു മുന്നണിയിലെയും നേതാക്കളും പോലീസും ചേർന്ന് പ്രവർത്തകരെ നിയന്ത്രിച്ചെങ്കിലും 6:30യോടെയാണ് പ്രവർത്തകർ പിരിഞ്ഞുപോയത്. ആവേശം കൊട്ടിക്കയറിയെങ്കിലും UDFും LDF പ്രവർത്തകരും കൃത്യമായി അകലം പാലിച്ചെങ്കിലും കാളികാവ് ജംഗ്ഷനിൽ കലാശക്കൊട്ട് നേരിയ സംഘർഷത്തിന് വഴിവെച്ചു. രണ്ട് മുന്നണികളിലെയും പ്രവർത്തകർ കൂട്ടത്തോടെ എത്തിയാണ് കൊട്ടിക്കലാശം ആവേശം വിതറിയത്. 5 മണിക്ക് മുമ്പ് തന്നെ കാളികാവ് ജംഗ്ഷനിൽ രണ്ട് മുന്നണികളുടെയും അനൌൺസ്മെന്റ് വാഹനങ്ങളെത്തി പാട്ടും അനൌൺസ്മെന്റുമായി സ്ഥാനം പിടിച്ചു. CPM പ്രവർത്തകയായ വെന്തോടൻപടിയിലെ 70 പിന്നിട്ട ഇമ്പിച്ചി മുത്തശ്ശി അനൌൺസ്മെന്റ് വാഹനത്തിലിരുന്ന് കൊടിവീശിയതോടെ LDF ക്യാമ്പ് ഏറെ ആവേശഭരിതമായി. ഇതിനിടെ UDF പ്രവർത്തകരും കൂടുതൽ കൊടികൾ വീശിയെത്തിയതോടെ ആവേശം 10 മടങ്ങ് ഉയർന്നു. 6 മണിക്ക് ശേഷം കൊടി വീശിയതും പടക്കം പൊട്ടിച്ചതും വാഗ്വാദങ്ങൾക്കിടയാക്കി. സംഘർഷം ഇല്ലാതാക്കാൻ പോലീസും നേതാക്കളും നന്നേ പാടുപെട്ടു. ആറ് മണിക്ക് ശേഷവും ഇരു മുന്നണികളിലെയും പ്രവർത്തകർ ജംഗ്ഷനിൽ നിന്ന് പിന്മാറിയില്ല. ഇരുഭാഗങ്ങളിലായി നിലയുറപ്പിച്ച പ്രവർത്തകർ 6:30യോടെയാണ് കളം കാലിയാക്കിയത്. അടിപിടിയില്ലാതെ കലാശക്കൊട്ട് അവസാനിപ്പിച്ചതിന്റെ സമാധാനത്തിലാണ് നേതാക്കളും പോലീസും. ന്യൂസ് ബ്യൂറോ, കാളികാവ്.